പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ തെരുവുനായ ആക്രമണം. 7 പേരെ തെരുവുനായ ആക്രമിച്ചു. വീണ്ടും ആക്രമിക്കാൻ പാഞ്ഞെടുത്ത നായയെ ആൾക്കാർ തല്ലിക്കൊന്നു. നായയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേട്ടനുണ്ട്. ഗോകുൽ, ആശങ്കാജനകമായ വിവരങ്ങളാണല്ലോ അവിടെ നിന്നും പുറത്തു വരുന്നത്. എപ്പോഴായിരുന്നു ഈ തെരുവുനായ ആക്രമിച്ചത്? ഈ പരിക്കേറ്റ 7 പേരുടെ ആരോഗ്യനില എങ്ങനെ തുടരുകയാണ് ഗോകുൽ? ഒപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്, പേവിഷബാധയുള്ള നായയാണോ? അക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായോ ഗോകുൽ? അശ്വതി, ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. പന്തളം കുരമ്പാലയിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. 7 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്, കടിച്ചത്. തുടർന്ന് വീണ്ടും പലരെയും ആക്രമിക്കാനായിട്ട് പാഞ്ഞടിച്ച നായയെ പിന്നീട് ആൾക്കാർ ചേർന്നുകൊണ്ട് കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ തദ്ദേശ സ്ഥാപനത്തിലടക്കം അവിടുത്തെ പഞ്ചായത്ത് അധികൃതരെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചു. തുടർന്ന് അവർ വേണ്ടപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെത്തി, ഈ ആരോഗ്യവകുപ്പിന്റെ അടക്കം ആളുകൾ എത്തി നായയുടെ സാമ്പിൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് വേണ്ടി ആ സാമ്പിൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പേവിഷബാധ ഉണ്ടായിരുന്ന നായയാണോ ഇതെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ നായ കടിയേറ്റിട്ടുള്ള ആളുകളെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകുവാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടുത്തെ തദ്ദേശ സ്ഥാപന അധികൃതർ നമ്മളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ നായയെ അവിടെ നിന്ന് മാറ്റി മറ്റ് സംസ്കരിക്കുന്ന നടപടികൾ, കുഴിച്ചിടുന്ന നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ നായയുടെ സാമ്പിൾ എന്തായാലും പരിശോധനയ്ക്ക് ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. ശരി.